ഹായ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഞാൻ ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, സാധാരണയായ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫുൾ ഫ്രെയിം ക്യാമറ അല്ലെങ്കിൽ ക്രോപ്ഡ് സെൻസർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഈ ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പണ്ട് നമ്മൾ ഫിലിമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫിലിമിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. അതേ സെയിം ആസ്പെക്ട് റേഷ്യോയിൽ സെൻസറിൻ്റെ വലുപ്പമുള്ള ക്യാമറകൾക്കാണ് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് നമ്മൾ പറയുന്നത്. ഈ ക്രോപ്ഡ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ സൈസ് കുറവായിരിക്കും. അതിൻ്റെ സൈസുകളൊക്കെ ഞാനിപ്പം ഇത് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്രെയിം ക്യാമറകളുടെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36-24 mm ആണ്. അതായത് 36-24 mm സൈസുള്ള സെൻസറുള്ള ക്യാമറകളെയാണ് നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറകളെന്ന് പറയുന്നത്. എന്നാൽ ക്രോപ്ഡ് സെൻസർ ഉള്ള ക്യാമറകളുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞ് 24-16 ആസ്പെക്ട് റേഷ്യോ വരുന്നത് 24-16 ആണ്. അപ്പം അത് ഫുൾ ഫ്രെയിം ക്യാമറയുടെ സെൻസറിനേക്കാൾ ചെറുതായിരിക്കും. സോ അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് വ്യത്യാസം, ക്രോപ്ഡ് സെൻസർ എന്ന് പറയുന്നത്. പിന്നെ ഫുൾ ഫ്രെയിം ക്യാമറയും ഈ ക്രോപ്ഡ് ലെൻസ് ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് പൊതുവെ ഇച്ചിരി വില കൂടുതലായിരിക്കും. എന്നാൽ ക്രോപ്ഡ് സെൻസറിന് പൊതുവെ വില കുറവായിരിക്കും. പിന്നെ ഫുൾ ഫ്രെയിം ക്യാമറകളുടെ ഒരു വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും. ഈ ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് ഇച്ചിരി കൂടി പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ ആയതുകൊണ്ട് ബെറ്റർ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ബെറ്റർ ഡൈനാമിക് റേഞ്ച് ആയിരിക്കും അതിൻ്റെ ക്യാമറകൾക്ക്. പിന്നെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതാണ് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല, ഇപ്പം ബ്ലാക്ക് മാജിക്കിൻ്റെ എൻ്റെ ഈ ക്രോപ്ഡ് സെൻസർ 6K വരെ വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ വന്നിട്ടുണ്ട്. അത് മോശമായിട്ടല്ല, പക്ഷേ അതിനെല്ലാം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ്. നിലവിൽ ഫുൾ ഫ്രെയിം ക്യാമറകൾ കൂടുതൽ ഈ ക്രോപ്ഡ് സെൻസറുള്ള ക്യാമറകളെക്കാളും ബെറ്ററാണ്. ഇതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വ്യത്യാസം. ഞാനിത് നിങ്ങൾക്കിത് എല്ലാം പറഞ്ഞു തരുമ്പോഴും വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ, സൈൻ ഓഫ്.